ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞുതരാത്ത അടിപൊളിയായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ലിപ് ബാമുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിപ് ബാമിനുള്ള ബെനിഫിറ്റുകൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിങ്കിൾസിനെ നന്നായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ചുണ്ടുകളിൽ ഒരുപാട് പേർക്കും ചുളിവുകൾ ഉണ്ടാവില്ല, അപ്പോൾ അത് മാറ്റാനായിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്രീം എന്തെങ്കിലും നമ്മൾ അടുപ്പിച്ചിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റും. ലിപ്സിന് നല്ലൊരു എന്താ പറയുക ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലിപ്സിന് നല്ലൊരു കളർ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പോൾ നല്ലൊരു ടിൻറ്റഡ് ലിപ് ബാമാണ്, അതും നമ്മളെ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. 100% നാച്ചുറലാണ്. നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കെമിക്കലും കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ കെമിക്കലും കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് 1 month വരെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പോലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്താൽ എപ്പോഴും നല്ല കട്ടിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ലിപ് ബാം ആർക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. അതുപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. ലിപ്സിലെ പിഗ്മെന്റേഷൻ, റിങ്കിൾസ്, ടാൻ അതൊക്കെ മാറ്റി ലിപ്പ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ലിപ് ബാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവാണ് നമ്മൾ എടുത്തേക്കുന്നത്. 5 ഇതളുള്ള ചെമ്പരത്തി പൂ ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ റെഡ് കളറും വേണം. ഇനി ഇതിനകത്ത് ഓപ്ഷണൽ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, കാരണം ഓപ്ഷണൽ ഒന്നുമില്ല. ഇതിൻ്റെ ബെനിഫിറ്റ് ഇതിന് മാത്രമേ കിട്ടുള്ളൂ. റെഡ് കളറിലെ 5 ഇതളുള്ള ചെമ്പരത്തി പൂ 5 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 1 മന്തിലേക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ. 1 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ലിപ് ബാമാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിലാണ് വിട്ടേക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ 5 എണ്ണം എടുക്കുക. അതിനുശേഷം നമ്മൾ ആ പൂവിൻ്റെ ഇതളുകൾ മാത്രം എടുക്കുക. അതിൻ്റെ പൂമ്പൊടി, അതിൻ്റെ തണ്ട് കാര്യങ്ങളൊന്നും വേണ്ട, അതിൻ്റെ ഇതളുകൾ മാത്രം എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് ഇതിനൊന്ന് മാഷ് ചെയ്തെടുക്കുക. നമ്മളിതിനെ ഉടച്ച് ഇതിൻ്റെ എസൻസ് ആണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഒരു തൊത്ത് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഇതളുകളുടെ ആ ഒരു ജ്യൂസാണ് നമുക്ക് വേണ്ടത്, വേറെ ഒന്നും വേണ്ട. ഇതിനകത്തേക്ക് ഞാനൊരു ഒരു ടീസ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ഉള്ളവർ മാത്രം റോസ് വാട്ടർ ഒഴിച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്യാം. റോസ് വാട്ടർ വേണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്കൊരു pH ബാലൻസിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മളൊരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് ഒരു വുഡൻ്റെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. വുഡൻ സ്പൂൺ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാഷായിട്ട് കിട്ടും. അതുപോലെ തന്നെ വിലപ്പിച്ച് നമുക്കത് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 5 പൂവേ ഉള്ളൂ. അത് ഇതളുകളാക്കി കണ്ടോ നിങ്ങളിപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ജ്യൂസാക്കി അരച്ചെടുക്കാം. പക്ഷേ ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു പരിപാടിയാണ്, അൺഹൈജീനിക്കും ആണ്. നമുക്കിങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ മാറി മാറി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡോ അതല്ലെങ്കിൽ നമുക്ക് സെറാമിക്കിൻ്റെ എന്തെങ്കിലും നമ്മുടെ ഇടികല്ല് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് വേണമെങ്കിലും മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ എത്ര നോക്കിയിട്ടും കാണാനില്ല. നമ്മുടെ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. പുതിയതൊരെണ്ണം മേടിക്കണം. ഞാൻ മേടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരാം കേട്ടോ. അല്ലെങ്കിൽ ആമസോണിൽ നോക്കിയാൽ മതി. സെറാമിക്കിൻ്റെ ഇടികല്ല് നോക്കുമ്പോൾ കിട്ടും കേട്ടോ. അതങ്ങനത്തെ ഉണ്ടെങ്കിൽ നമുക്കതാണ് നല്ലത്. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരെ കയ്യിൽ ഒരെണ്ണം വേണം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പം കാണാനില്ല. വേറെ ഒരെണ്ണം എന്തായാലും മേടിക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ആ ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഒരു ഹാഫ് ലെമൺ ജ്യൂസ് മതി. അതായത് ഒരു നാരങ്ങയുടെ പകുതിയുടെ ജ്യൂസാണ് വേണ്ടത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ജ്യൂസ് മതിയാവും. അപ്പോൾ ഒരു പകുതി നാരങ്ങ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് അരിച്ച് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. എന്തിനാണ് നമ്മൾ നാരങ്ങ നീര് എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്ഷണൽ അല്ല, ഇത് മസ്റ്റായിട്ട് നാരങ്ങ നീര് വേണം കേട്ടോ. നമുക്ക് ഈ നാരങ്ങ നീര് ചെമ്പരത്തിയുടെ ജ്യൂസിലേക്ക് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ചെമ്പരത്തിയുടെ കറക്റ്റായിട്ടുള്ള കളർ നമുക്ക് തിരിച്ച് കിട്ടും. ആ ഒരു റെഡ് കളറിലേക്ക് ഇത് തിരിച്ചു വരും. അതോടൊപ്പം പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിട്രിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് നമുക്ക് നാരങ്ങ നീരിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നല്ല കറക്റ്റ് റെഡ് കളറിൽ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ടിൻറ്റഡ് ലിപ് ബാമായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു ഹാഫ് ലെമൺ ജ്യൂസ് അരിച്ചൊഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വുഡൻ്റെ വേറൊരു ബൗൾ നമുക്ക് വേണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇതളിലോ ഒന്നിനും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ പരുവം കറക്റ്റ് ആയിട്ടില്ല, നിങ്ങൾ ഉണ്ടാക്കിയത് കേടായി പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നിലും ജലാംശം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തുടച്ച് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി വേണം പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരിപ്പയിൽ വീണ്ടും തിരിച്ചൊഴിച്ചതിന് ശേഷം ഇനി ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വുഡൻ്റെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അടിയിൽ കൂടെ നന്നായിട്ട് നമുക്ക് ആ ഒരു ചെമ്പരത്തിയുടെയും നാരങ്ങയുടെയും എസൻസ് ജ്യൂസും കൂടെ മിക്സായിട്ട് നമുക്ക് ഈ ഒരു നല്ലൊരു കൊഴുത്ത ഒരു ലിക്വിഡായിട്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലിപ് ബാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഈ ചെമ്പരത്തിയുടെ ഇതളുകൾക്ക് കട്ടയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്ത ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇതിനെ അരിച്ചെടുക്കുക. ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിലാണ് വിട്ടത്, കുറച്ച് ടൈം എടുത്താലേ നമുക്കിതിങ്ങനെ കിട്ടത്തുള്ളൂ. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ഇതുപോലെ അരിച്ച് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ജ്യൂസ് മാത്രം ആക്കി അരിച്ചിനെ എടുക്കുക കേട്ടോ. അപ്പോൾ അരിപ്പിക്കൂടെ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നന്നായിട്ട് ടൈം എടുത്തിട്ട് എനിക്ക് ഇത്രത്തോളം ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അത് നല്ല കൊഴുത്ത ജ്യൂസാണ് കേട്ടോ. കാരണം ആ ഒരു ചെമ്പരത്തിയുടെ കൊഴുപ്പ് നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു കൊഴുപ്പിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിങ്കിൾസിനെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ബോട്ടോക്സിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഈ ലിപ് ബാമിന് ബേസ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഷിയ ബട്ടറാണ്. നിങ്ങൾക്ക് ഷിയ ബട്ടർ വേണമെങ്കിൽ അതെടുക്കാം, കോക്കോ ബട്ടർ വേണമെങ്കിൽ അതെടുക്കാം. അതല്ല നിങ്ങൾക്ക് വാസലിൻ സ്യൂട്ട് ആവുന്ന ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ വാസലിൻ എടുക്കാം. ചിലർക്ക് വാസലിൻ അപ്ലൈ ചെയ്യുമ്പോൾ കറക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്കിൻ കറക്കുന്ന സ്കിന്നാണെങ്കിൽ അത് എടുക്കരുത്. പകരം ഷിയ ബട്ടർ, കോക്കോ ബട്ടർ, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ വെണ്ണ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. വെണ്ണയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഈ ഷിയ ബട്ടർ, കോക്കോ ബട്ടറൊക്കെ ആണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ 1 മന്ത് വരെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഷിയ ബട്ടർ ആയാലും കോക്കോ ബട്ടർ ആയാലും വാസലിനായാലും വെണ്ണയായാലും 1 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഡബിൾ ബോയിലിംഗ് ചെയ്ത് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കുക. ഡബിൾ ബോയിലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം. അതിനകത്തേക്ക് ഈ ഒരു പാത്രം ഇറക്കി വയ്ക്കുക. മുങ്ങിപ്പോവരുത് കേട്ടോ. മുങ്ങിപ്പോയാൽ പിന്നെ ഇതിനകത്ത് മൊത്തം വെള്ളമായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ജസ്റ്റ് ഇറക്കി വെച്ച് ഇതിനെ മെൽറ്റ് ചെയ്ത് ജസ്റ്റ് ഇത് അലിയിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. ആ ഒരു ചിയ ബട്ടറും നമ്മുടെ ആ ഒരു ലിക്വിഡും തമ്മിൽ നന്നായിട്ട് മിക്സ് ആവണം. ഇനി നിങ്ങൾക്ക് ഇത് കേടാവാതിരിക്കാനായിട്ട് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 1-2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല എസെൻഷ്യൽ ഓയിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു എസെൻഷ്യൽ ഓയിൽ ഒരു 3-4 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നുമില്ലെങ്കിൽ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതിനെ 1-2 പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന കാണിക്കുന്നില്ല, അതും കൂടെ കാണിച്ചാൽ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇറക്കി വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് ചൂടാകുമ്പോൾ നന്നായിട്ട് ഇത് മെൽട്ടായിട്ട് കിട്ടും. നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ചൂട് പോയി കഴിയുമ്പം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത ഒരു ടിന്നിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പം ഞാനൊരു ടിൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലിപ് സ്ക്രബിൻ്റെ ടിന്നാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനൊക്കെ കിട്ടും, ആമസോണിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ടിന്നിലേക്ക് കറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മൾ കറക്റ്റ് ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 15 ഗ്രാം 1 മാസത്തേക്കുള്ള ലിപ് ബാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളറാണ്. നമുക്കിത് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റൂ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാൻ പറ്റും. ഡെയിലി ഏറ്റവും കുറഞ്ഞത് ഒരു 4 to 5 ടൈംസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലിപ്സ് ഡ്രൈ ആവുന്ന അനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ടോ സെറ്റാക്കി എടുക്കാം. എന്നിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ലിപ് ബാം തയ്യാറാക്കിയത്. ഇതാ കണ്ടല്ലോ, നമ്മൾ നല്ലൊരു ചെപ്പിലാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയാ പിങ്കിഷ് റെഡ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയാ നല്ലൊരു കളറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ആ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവും കാര്യങ്ങളും ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കയ്യിലൊന്നും സോച്ച് ചെയ്ത് കാണിച്ചു കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അതിൻ്റെ ഒരു കളർ കണ്ടോളൂ. നമ്മൾ ഒരു പ്രിസർവേറ്റീവും ഇതിനകത്ത് ചേർത്തിട്ടില്ല. നല്ലപോലെ എന്താ പറയുക നല്ലൊരു കൊഴുത്ത കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കാരണം ഇതിനകത്ത് ആ ഒരു എന്താ പറയുക ചെമ്പരത്തിയുടെ തന്നെ ആ ഒരു കൊഴുപ്പുണ്ടല്ലോ അത് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്കിത് ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ ലിപ്സിലൊന്നും അപ്ലൈ ചെയ്തിട്ട് ലൈറ്റായിട്ട് ആദ്യം ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച്, നല്ലൊരു പിങ്ക് കളറാണ്, നാച്ചുറൽ ലുക്കാണ് കിട്ടിയേക്കുന്നത്. പിന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷ് ആണ് കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ എന്താ പറയാ, ആ കൊഴുപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു ലിപ് ഗ്ലോസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യില്ല, ആ ഒരു ഇതാണ്. കൊഴുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചെമ്പരത്തി പൂവിന്റെ ഒരു കൊഴുപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് അതിന്റെ ഒരു ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ അതേപോലെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ലിപ്സ്റ്റിക് ഇടണേന് മുന്നെയാണ് ഇത് ഇടണേന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മുന്നേ ഇടുക. എന്നിട്ട് ലിപ്സ്റ്റിക് ഇടണേന് തൊട്ട് മുന്നേ ആയിട്ട് എക്സസ് ആയിട്ടുള്ള ആ ഒരു ഗ്ലോയി ആയിട്ടിരിക്കുന്നത് ടച്ചപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. അപ്പൊ ലിപ്സ് ഒരുപാട് ഡ്രൈ ആവില്ല. അതുപോലെ തന്നെ പിഗ്മെന്റേഷനെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡെയിലി നിങ്ങൾക്ക് ലിപ്സ് ഡ്രൈ ആവുന്ന അനുസരിച്ച് ഒരു 5 to 6 ടൈംസ് ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 2 നേരം മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ലിപ്സ് ഡ്രൈ ആവുന്ന അനുസരിച്ച് നമ്മൾ ലിപ്സിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ടും കിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല വിസിബിൾ ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാവരും യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ പറയാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ.